നമസ്കാരം. എൽ ഡി എഫിൻ്റെ സമരം എവിടെ? എൽ ഡി എഫിൻ്റെ സമിതി എവിടെ? എൽ ഡി എഫ് ഒളിച്ചോടി നടക്കുകയാണോ? ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധിയാണ് സി പി എമ്മിൽ വന്നത്. അതേ പ്രതിസന്ധി എൽ ഡി എഫിനെയും ബാധിച്ചിരിക്കുകയാണ്. സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങളിൽ സമരം ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും എൽ ഡി എഫ് എന്ന സംവിധാനം ഉണർന്നിട്ടില്ല. എൽ ഡി എഫിൻ്റെ യുവജന സംഘടനകളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ എൽ ഡി എഫ് സജീവമായിരുന്നെങ്കിൽ ഡൽഹി വിഷയത്തിൽ കേരളം കത്തിയേനെ. വലിയ സമരം രാജ്ഭവൻ്റെ മുന്നിൽ നടന്നേനെ, എ ജി സി ഓഫീസിൻ്റെ മുന്നിൽ നടന്നേനെ. പക്ഷെ അതുണ്ടായില്ല കേരളത്തിൽ. ഡൽഹി പാറ്റകളുടെ സമരത്തിന് അനുഗുണമായി വലിയ സമരം കേരളത്തിൽ എൽ ഡി എഫ് എന്ന കൺസെപ്റ്റിൽ ഉണ്ടായില്ല. അതുപോലെ പ്രധാനമാണ് പി എം ശ്രീക്കെതിരെയും സമരമുണ്ടാകുന്നില്ല. ശിവൻകുട്ടിയുടെ ഒരു ലേഖനമുണ്ടെന്ന് കേരളമുതിൽ. പക്ഷേ ലേഖനത്തിൽ എന്തുകൊണ്ട് പി എം ശ്രീ വാങ്ങിച്ചുകൂടാ എന്നതൊഴിച്ച് ബാക്കിയെല്ലാം പറയുന്നു. സംഘപരിവാർ അജണ്ട എന്നൊക്കെ പറയുന്നത്. അല്ലാതെ എന്താണ് അജണ്ട, എന്താണ് സംഘപരിവാർ പറയുന്നത്, അതിലെവിടെയാണ് അപകടം സ്റ്റേറ്റിന് എന്ന് പറയുന്നില്ല. കാരണം അത് പ്രോജക്റ്റ് പഠിക്കാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല. അപ്പോൾ വീണ്ടും വളരെ മനോഹരമായ ഒരു അവസ്ഥയിലേക്കാണ് സ്റ്റേറ്റ് പോകുന്നത്. മനോഹാരിത എന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞ പോലെ എൽ ഡി എഫ് തകരുന്നതോ യു ഡി എഫ് വളരുന്നതോ അതല്ല മനോഹാരിത. ഞാൻ മനോഹാരിത എന്ന വാക്ക് ഉദ്ദേശിച്ചത് രാഷ്ട്രീയ രംഗത്ത് അതിവിപുലമായ ശക്തമായ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുകയാണ്. ഇതിനിടയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ വലിയ ചർച്ച നടക്കുകയാണ്. അകത്താണെന്നേ ഉള്ളൂ, അത് പുറത്തേക്ക് വന്നിട്ടില്ല. ഒന്നുകിൽ യു ഡി എഫിലേക്ക് പോവുക, പക്ഷേ തൽക്കാലം ഒരു എം എൽ എ പോലും ഇല്ലാതെ എങ്ങനെ യു ഡി എഫിൽ ചെന്നിട്ട് എന്ത് നേടാൻ? ഒന്നോ രണ്ടോ കോർപ്പറേഷൻ്റെ സ്ഥാനം കിട്ടും എന്നുള്ളതല്ലാതെ അതും ഒരുപാട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാ കോർപ്പറേഷനും കൊടുത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. മാക്സിമം പോയാൽ 1 2 മാക്സിമം, പരമാവധി 2 എണ്ണം ചോദിക്കാം, അതിനപ്പുറം പറ്റത്തില്ലല്ലോ. പോട്ടെ 3 എണ്ണം ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിച്ച് എന്നാലും മറ്റ് ഘടകകക്ഷികൾ ബഹളം ഉണ്ടാക്കും. കോൺഗ്രസിനകത്ത് യു ഡി എഫിനകത്ത് ഇപ്പോൾ ശക്തമായി നിരവധി ഘടകകക്ഷികളുണ്ട്. മാത്രമല്ല ദേവരാജന് പൊസിഷൻ കൊടുക്കണം, പി ജെ ജോസഫ് സാറിന് പൊസിഷൻ കൊടുക്കണം, അതുപോലെ തന്നെ മാണി സി കാപ്പനെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണം. അങ്ങനെ പല അക്കോമഡേഷനും കിടക്കുകയാണ് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനകത്തൊരു അക്കോമഡേഷൻ എളുപ്പമാണോ? അല്ലെങ്കിൽ ജോസ് കെ മാണിയെ ഒന്നുകൂടി എം പി ആക്കി, അദ്ദേഹത്തിൻ്റെ ടേം അനുസരിച്ച് പുതിയ എം പി ആക്കി കേന്ദ്രത്തിൻ്റെ മന്ത്രിയാക്കാൻ ബി ജെ പി സഹായിക്കുമോ? എങ്കിൽ എന്തുകൊണ്ട് ബി ജെ പിക്ക് കൈ കൊടുത്തുകൂടാ എന്നൊരു ചോദ്യവും കേരള കോൺഗ്രസിൽ എമ്മിൽ കലങ്ങുന്നുണ്ട്. അപ്പോൾ എമ്മിന് ഒരു എം എൽ എമാരും ഇല്ലാത്ത സാഹചര്യത്തിൽ എമ്മിൽ ഇങ്ങനെ ഒരു കലക്കം നടക്കുന്നു. സി പി ഐ ആണെങ്കിൽ 9 സീറ്റും വെച്ചുകൊണ്ട് അവർക്ക് ഡെപ്യൂട്ടി പ്രതിപക്ഷ നേതാവ് സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഡെപ്യൂട്ടി ഓപ്പോസിഷൻ ലീഡർ വേണമെന്ന് പറഞ്ഞ് അവർ നടക്കുന്നു. ഒരു കാരണവശാലും അവർക്ക് കൊടുക്കരുതെന്ന് ജനതാദളിൻ്റെ പ്രവീൺ കുമാർ കൂത്തുപറമ്പിൽ നിന്ന് ലീഗിൻ്റെ വനിതയെ തോൽപ്പിച്ച പ്രവീൺ കുമാർ 400-450 വോട്ടിന് മാത്രം തോൽപ്പിച്ച പ്രവീൺ കുമാർ കൂത്തുപറമ്പിൽ നിന്നുള്ള പ്രവീൺ കുമാർ എം എൽ എ പറയുന്നത് ഒരു കാരണവശാലും അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല, സി പി ഐ ഒരു പൊടിക്ക് അടങ്ങണം എന്നാണ്. സി പി ഐ പറയുന്നത് ഞങ്ങൾ അടങ്ങില്ല, ഞങ്ങൾക്കിത് കിട്ടിയേ പറ്റൂ. എന്തായാലും എൽ ഡി എഫിൻ്റെ സമിതി യോഗം ചേരുന്നില്ല. കാരണം 3 പാർട്ടികൾക്ക് മാത്രമേ അതിനകത്ത് ഇപ്പോൾ അസംബ്ലിയിൽ സാന്നിധ്യമുള്ളൂ. ഒന്ന് സി പി എം ആണ്, 25 സീറ്റ്, 9 സീറ്റുള്ള സി പി ഐ, 1 സീറ്റുള്ള ജനതാദൾ, അങ്ങനെ 35 സീറ്റേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വളരെ വലിയ പ്രതിസന്ധിയാണ്, പ്രശ്നമാണ്. സി പി എം ഈ യോഗം ചേരാതിരിക്കാനുള്ള എല്ലാ സാധ്യതകളെയും നോക്കുന്നുണ്ട്. പക്ഷേ യോഗം ചേരാതെ എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? ഒളിച്ച് കളിച്ചുകൊണ്ട് എങ്ങനെ പോകാൻ പറ്റും? ഇതിനിടയിൽ ടി പി രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ മത്സരിച്ച് ഒരു മുസ്ലിം വനിതയോട് തോറ്റു. അതുകൊണ്ട് ടി പി രാമകൃഷ്ണനെ മാറ്റണം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നുള്ളൊരു ചിന്തയും അവിടെ പി രാജീവിനെ കൊണ്ടുവരണം എന്നൊരു ആലോചനയുമുണ്ട്.
അപ്പോൾ പി രാജീവിനെ അവിടെ കൊണ്ടുവന്നാൽ ബാലഗോപാലിനെ എവിടെ ഫിറ്റ് ചെയ്യും? അതൊരു വലിയ ചോദ്യമാണ്. ബാലഗോപാലിനെ ഫിറ്റ് ചെയ്യാതെ പി രാജീവിനെ കൊണ്ടുവന്നാൽ സമവാക്യം വീണ്ടും മാറും. സി പി എമ്മിനകത്തെ ഗ്രൂപ്പ് സമവാക്യം വീണ്ടും മാറും. അതുകൊണ്ട് ബാലഗോപാലിനെ പക്ഷേ പ്രതിപക്ഷ നേതാവാക്കിയാൽ പിണറായി വിജയനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? പിണറായി വിജയനെ അക്കോമഡേറ്റ് ചെയ്ത് പ്രതിപക്ഷ നേതാവാക്കിയും കെ എൻ ബാലഗോപാലിനെ ഉപനേതാവാക്കിയും പി രാജീവിനെ LDF കൺവീനറാക്കിയുമുള്ള ഒരു ഫോർമുലയാണ് സി പി എമ്മിൻ്റെ മനസ്സിലിരിക്കുന്നത്. പക്ഷെ അത് മനസ്സിലിരുന്നാൽ മതി, ഞാൻ പുറത്തെടുക്കണ്ട എന്നാണ് CPIയുടെ നിലപാട്. അങ്ങനെ പുറത്തെടുക്കണമെങ്കിൽ പി രാജീവ് LDFിൻ്റെ കൺവീനറാവണേ ആയിക്കോട്ടെ, അതിൽ CPIക്ക് എതിർപ്പില്ല. പക്ഷെ ഉപനേതാവായി ബാലഗോപാലിനെ വെക്കാൻ പറ്റത്തില്ല. പക്ഷെ ബാലഗോപാലിനെ അക്കോമഡേറ്റ് ചെയ്യാതെ രാജീവിനെ അക്കോമഡേറ്റ് ചെയ്താൽ CPMനകത്തുള്ള വളരെ വലിയ സമവാക്യം വ്യത്യാസം വരും. ഗ്രൂപ്പ് സമവാക്യം വീണ്ടും മാറും. അത് CPMൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് നന്നായി CPMന് അറിയാം. ഇതാണ് CPMൻ്റെ ചരിത്രത്തിൽ പറ്റിയിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് CPM പോകുന്നത്. CPMനകത്ത് ബാലഗോപാലിനെ അക്കോമഡേറ്റ് ചെയ്യണം, പി രാജീവിനെ അക്കോമഡേറ്റ് ചെയ്യണം. അതിലൊരാളെ മാത്രം അക്കോമഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറും. എന്നാൽ രണ്ടുപേരെ അക്കോമഡേറ്റ് ചെയ്താൽ CPI സമ്മതിക്കുകയുമില്ല. ഈ ഒരു വലിയ പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് വളരെ കൃത്യമായി ഇവർക്ക് മീറ്റിംഗ് ചേരാൻ കഴിയാതിരിക്കുന്നത്. LDF ഒരു വശത്ത് തകർന്നു നിൽക്കുകയാണ്. അതിനിടയിലാണ് കേരള കോൺഗ്രസ് കഴക്കോലും വലിച്ചൂരി ഒന്നുകിൽ BJPയിലേക്ക് പോവുക, അല്ലെങ്കിൽ UDFിലേക്ക് പോവുക. UDFിലേക്ക് ചെന്നാലുള്ളൊരു പ്രശ്നം ഇപ്പോൾ ഉടനെ സ്ഥാനങ്ങൾ കിട്ടാൻ ഇല്ല എന്നുള്ളതാണ്. ഒരു സ്ഥാനവുമില്ലാതെ വീണ്ടും ഉള്ളിടത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന എന്തിനാണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. അതേസമയം അണികളിൽ വലിയൊരു വിഭാഗം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് ദിവസവും പോകുന്ന കാഴ്ചയും കൃത്യമായി നമ്മൾ കാണുകയാണ്.